നിങ്ങൾ എത്ര പേര് ഗ്രാസിൻ്റെ പോയിന്റ്സ് മൈൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏതൊരു ബേസിക് വൈഫൈ പ്ലാൻ എടുത്തു കഴിഞ്ഞാലും പെർ മന്ത് 4000 GB 5000 GB ഒക്കെയാണ്. അതിലൊരു 1000 GB പോലും മെജോറിറ്റി ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാതെ വെച്ച നെറ്റ് നമുക്ക് ഈ ഒരു ഗ്രാസിൻ്റെ നോഡ് റൺ ചെയ്തുകൊണ്ട് നമുക്കൊരു റവന്യൂ സോഴ്സ് ആക്കാൻ സാധിച്ചാലോ. അപ്പോൾ എന്താണ് ഗ്രാസ്, എങ്ങനെയാണ് ഗ്രാസിൻ്റെ ബാക്കി വിശേഷങ്ങൾ എല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രാസ് എന്ത് ചെയ്യുന്നത്? ഗ്രാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡാറ്റ ലെയർ ഓഫ് AI. അതൊരു ഡാറ്റ കമ്പനിയാണ്. പബ്ലിക്കലി ആക്സസിബിൾ ആയ എല്ലാ ഡാറ്റാസും മൈൻ ചെയ്തിട്ട് LLM ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ എന്താണ് പബ്ലിക്കലി ആക്സസിബിൾ ആയ ഡാറ്റ, എന്താണ് LLM? സോ ഫസ്റ്റ് LLM എന്തെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ChatGPT, ഗൂഗിളിൻ്റെ ബാർഡ്, ജെമിനി ഇത്തരത്തിലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഇപ്പോൾ ഒരു അൺട്രെയിൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സംസാരിക്കുന്ന റോബോട്ട് പോലെയാണ് നമ്മുടെ ഈ ChatGPT പോലത്തെ AIs കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള LLMനോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ആൻസർ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അതിൻ്റെ വേർഡ് വെക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം അവർ തന്നെ അതിന് കണക്റ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും വേർഡ്സും എല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി റിസൾട്ട് തരാറ്. അപ്പോൾ ഇത്തരത്തിൽ മാസീവായിട്ടുള്ള ഡാറ്റ ആക്ച്വലി ഇങ്ങനത്തെ LLMനെ ട്രെയിൻ ചെയ്യാൻ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ചോദിക്കുന്ന ആൻസേഴ്സിന് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു LLMനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഉത്തരം കൂടുതലും അവർക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയ ഡാറ്റ, ഇതിൻ്റെ സോഴ്സ് എവിടെയെന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പല ആൻസേഴ്സും കറക്റ്റ് അല്ല, റോങ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ട്വീറ്റ് ഉണ്ടോ? ഇത് ട്വിറ്ററിൽ ഏകദേശം കുറച്ച് കാലം മുന്നേ നമ്മുടെ ChatGPT സ്റ്റാർട്ടിങ് ടൈമിൽ വന്നൊരു ട്വീറ്റാണ്. എലോൺ മസ്ക് മീംസ് എല്ലാം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, അതും നമ്മുടെ ഹിറ്റ്ലറിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് ആരാണ് സൊസൈറ്റിയിൽ കൂടുതൽ ഡാമേജ് ചെയ്തിട്ടുള്ളതെന്ന് ചോദ്യമാണ് വന്നത്. അപ്പോൾ ആക്ച്വലി AI വാസ് കൺഫ്യൂസ്ഡ് ആരെന്ന് ചൂസ് ചെയ്യാൻ. കാരണം എലോൺ മസ്ക് ട്വിറ്ററിൽ ഇടുന്ന കുറച്ച് മീംസിൻ്റെ ട്വീറ്റും മില്യൺസ് ഓഫ് പീപ്പിൾസിന് ജനോസൈഡ് ചെയ്തിട്ടും റൈസിനെ തന്നെ കൊല്ലാൻ വേണ്ടി റീസൺ ആയിട്ടുള്ള വ്യക്തിയുള്ള ഒരാളായി ഹിറ്റ്ലറിനെയും കൂടി കമ്പയർ ചെയ്തു. ഒരു ഹ്യൂമൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ഡെത്ത് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിളും, നമ്മൾ ആ മില്യൺസ് ഓഫ് ഡെത്തുള്ള ആളാണ് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത്. പക്ഷേ AI വാസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ് ഹൂ വാസ് മോർ ഡേഞ്ചറസ് ഫോർ അവർ സൊസൈറ്റി. സോ ഈ ഒരു ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള തോട്ടില്ല. AI അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ഡാറ്റയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോഡ് നമ്മുടെ PC-യിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റും ആക്ച്വലി ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഡാറ്റയും സ്ക്രൈപ്പ് ചെയ്തെടുക്കും. ഒരാളുടെയും ഒരു തരത്തിലുള്ള പ്രൈവറ്റ് ഡാറ്റ ഇവർ എടുക്കുന്നില്ല എന്ന് പ്രത്യേകം നമുക്ക് പറയാം. ഞാനൊരു കാര്യം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുടെ സമയത്ത് ഞാൻ അതിൻ്റെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പോസ്റ്റുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പോസ്റ്റുകൾ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സാധനം. ആ ഒരു ഡാറ്റ ഇവർ ആക്ച്വലി സ്ക്രൈപ്പ് ചെയ്തെടുക്കും. പക്ഷേ അതേസമയം ഞാൻ ഈ ഒരു പോസ്റ്റ് വേറെ വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു, അവിടെ ഞാൻ എന്താണ് വ്യക്തിയോട് ചാറ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ പ്രൈവറ്റ് ഡാറ്റ അത് ഇവർ സ്ക്രൈപ്പ് ചെയ്തെടുക്കില്ല. ഇത്തരത്തിൽ പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള നമ്മൾ വ്യൂ ചെയ്ത്, നമ്മൾ ലൈക്ക് ചെയ്ത്, നമ്മൾ ഷെയർ ചെയ്ത് ഇത്തരത്തിൽ പബ്ലിക്കലി ആക്സസിബിൾ ആയ ഡാറ്റ, അതേപോലെ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ വായിക്കുന്നത്, നമുക്ക് ഏതിനോടാണ് കൂടുതൽ താല്പര്യം, ഇത്തരത്തിൽ എല്ലാ ഡാറ്റയും ഗ്രാസ് ആക്ച്വലി വളരെ നന്നായി സ്ക്രൈപ്പ് ചെയ്തെടുത്തിട്ട് ഇത്തരത്തിൻ്റെ ഒരു ഡാറ്റ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡാറ്റ നമ്മുടെ ഏറ്റവും ബിഗ് ആയിട്ടുള്ള കമ്പനീസിന് മൊത്തം സെല്ല് ചെയ്യും. ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന വെബ് 2.0 കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. വൺ ഓഫ് ദി ബിഗസ്റ്റ് പ്രോബ്ലം ഈസ് സെൻട്രലൈസേഷൻ. ഈ സെൻട്രലൈസേഷൻ വരുമ്പോൾ ബയാസോടെ വരും. അതായത് സെൻട്രലൈസേഷൻ പറഞ്ഞാൽ കുറച്ച് കമ്പനികൾക്കാണ് സത്യം പറഞ്ഞപ്പോൾ ഈ ഡാറ്റയുടെ മൊണോപ്പൊളി ഉള്ളത്. ആ കമ്പനികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഒരു AIൻ്റെ പല ആൻസേഴ്സിനെ ബയാസ് ചെയ്തിട്ട് മാറ്റാൻ സാധിക്കും. സെൻട്രലൈസേഷൻ്റെ റിസൾട്ട് കാരണം നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് 3.0 വരുന്ന സമയത്ത് ഒരു AI ടു മച്ച് പവർഫുൾ ആവുന്നതിന് മുന്നേ തന്നെ AIക്ക് റിയൽ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള പീപ്പിൾ സെൻറ്റിമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന കറക്റ്റ് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാസ് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ട അവരുടെ ട്വിറ്ററിൻ്റെ ഇതും അവരുടെ ബ്ലോഗ്സും അവരുടെ ലെയർ ടു ഡാറ്റ റോളപ്പ് എല്ലാത്തിനെയും കുറിച്ചുള്ള 1 by 1 ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്ത് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ അതിനെപ്പറ്റി പഠിക്കാം. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിനോട് എങ്ങനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു കിട്ടുന്ന പോയിൻറ്റ്സ്, അതായത് നമുക്ക് ഗ്രാസിൻ്റെ നോഡ് റൺ ചെയ്ത് നമുക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എയർ ഡ്രോപ്പ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾസോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.